കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഒട്ടും എണ്ണ ചേർക്കാതെയാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ചധികം കഴിച്ചു എന്ന് വെച്ചിട്ടൊന്നും കുഴപ്പമില്ല. തീരെ ഓയിൽ ഇതിൽ ചേർക്കുന്നില്ല. പെരി പെരി ചിക്കനാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ്. എല്ലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പെരി പെരി ചിക്കൻ ഒന്നുകൂടി നല്ലത് എല്ലില്ലാത്ത ചിക്കനാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി, അതായത് സിർക്ക ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇങ്ങനെ ഒലീവ് ഓയിൽ ചേർക്കുള്ളൂ. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡിസാനോ ഒലീവ് ഓയിലാണ്. ഇത് നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. നല്ല ഒലീവ് ഓയിലാണ്. മാത്രമല്ല നമുക്കിത് മിക്കപ്പോഴും ഓഫറിൽ കിട്ടുകയും ചെയ്യും ആമസോണിൽ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നോക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോ മറ്റോ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കാം. 1 ടീസ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ വൈറ്റ് പെപ്പർ, അതായത് വെള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതില്ലെങ്കിൽ കറുത്തത് മാത്രം ചേർത്താലും മതി. ഞാനിവിടെ കറുത്ത കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് പെപ്പർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഇതിൽ അല്പം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യണം. ഞാനിവിടെ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇത് അധികം കട്ടിയിൽ ഉണ്ടാവരുത്, കുറച്ച് ലൂസായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ചിക്കനിൽ മസാല നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ ഇത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ വരെയൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. അപ്പോൾ ഞാനിത് ഏതായാലും ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. അരമണിക്കൂറിന് ശേഷം ഈ ചിക്കൻ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് ഇതേപോലെ കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിന്ന് ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് അഗാരോ സാൻഡ്വിച്ച് ഗ്രിൽ ടോസ്റ്ററിലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒട്ടും ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് സാധാരണ നമ്മൾ സാൻഡ്വിച്ചൊക്കെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്കിതിൽ ചിക്കൻ നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ അഗാരോ സാൻഡ്വിച്ച് മേക്കർ വാങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് കാണിച്ചു തരാം എന്നുള്ളത്. കുറച്ച് ലേറ്റായിപ്പോയി. കുറേ പേര് വീഡിയോക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ഇതിൽ ചിക്കൻ എങ്ങനെയാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് അതിലുള്ള വെള്ളവും ഓയിലും ഒക്കെ കൂടി ഒരു ബോക്സിലേക്കാണ് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ വെക്കാനുള്ളതാണ് ഈ ഒരു ചെറിയ ബോക്സ്. നമ്മൾ ചിക്കനിൽ ഓയിലൊന്നും ചേർക്കുന്നില്ലെങ്കിലും അതിലുള്ള ഓയിലും വെള്ളമൊക്കെ കൂടെ നമ്മളിത് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഈ ബോക്സിലേക്ക് വന്ന് വീണോളും. ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ സാൻഡ്വിച്ച് ഗ്രില്ല് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പെരി പെരി ചിക്കൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ റെഡ് ലൈറ്റ് കത്തും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സാൻഡ്വിച്ച് മേക്കർ നന്നായിട്ട് പ്രീ ഹീറ്റ് ആവുന്ന സമയത്ത്, അതായത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും ആ ഗ്രീൻ ലൈറ്റും കൂടി കത്തും. ആ സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ വെക്കുന്നതിന് മുന്നേ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിലോ ബട്ടറോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ മുഴുവനും ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ അടച്ച് വെക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. നമുക്ക് പറ്റുന്ന പോലെ ഇതിൻ്റെ മൂടി അങ്ങ് വെച്ച് കൊടുത്താൽ മാത്രം മതി. അങ്ങ് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കനിൽ മുട്ടി നിൽക്കുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി.
പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടും വെച്ച് കൊടുക്കാം. ഇത് പെട്ടെന്നൊന്നും ആവുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം. ഇനി പെട്ടെന്ന് കരിഞ്ഞു പോകുന്നു എന്ന് തോന്നിക്കഴിയുമ്പോൾ കുറച്ച് കൊടുക്കാം. അതൊക്കെ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കുകയും ചെയ്യാം. ഇതിപ്പോൾ കണ്ടില്ലേ, ചിക്കൻ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ചിക്കനിലുള്ള വെള്ളവും ഓയിലും ഒക്കെ കൂടി ഒഴുകിയിട്ട് നമ്മൾ താഴെ വെച്ചിരിക്കുന്ന ബോക്സിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് വെന്ത് നല്ലൊരു ഡാർക്ക് കളറിലായി കിട്ടണം. നന്നായി ഡ്രൈ ആയി കിട്ടുകയും വേണം. അപ്പോൾ നമുക്കിത് വീണ്ടും ഇവിടെ അടച്ച് വെക്കാം. ഒരു 15 മിനിറ്റൊക്കെ എടുക്കും കേട്ടോ ഈ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരാനുണ്ട്. അപ്പോൾ ഒന്ന് ഇതേപോലെ നേരെയാക്കി വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതിവിടെ അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വീണ്ടും തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ കണ്ടില്ലേ, നന്നായിട്ട് കളറൊക്കെ നല്ല ഡാർക്കായിട്ട് വന്ന് നല്ല മൊരിഞ്ഞതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെരി പെരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സാൻഡ്വിച്ച് മേക്കറിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും ഓയിലില്ലാത്ത നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് മൊരിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പെരി പെരി ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമുക്ക് ഈ ബോക്സിലുള്ള ഇതൊക്കെ എടുത്ത് കളഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ സാൻഡ്വിച്ച് മേക്കർ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. കുറേ സമയം നമ്മൾ ഇതേപോലെ ഈ അഴുക്കോട് കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ച് മേക്കർ പെട്ടെന്ന് ചീത്തയാവും. അതുകൊണ്ട് അധികം തണുക്കുന്നതിന് മുന്നേ, അതായത് ചെറിയൊരു ചൂടുള്ളപ്പോൾ തന്നെ ഇതങ്ങ് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇന്നിപ്പോൾ നമ്മൾ ചിക്കൻ ഇതിൽ ചെയ്തതുകൊണ്ട് നമുക്ക് കുറച്ചധികം ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ സാധാരണ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി. ക്ലീൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെരി പെരി ചിക്കനുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സാൻഡ്വിച്ച് മേക്കറിൽ ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സാധാരണ ഫ്രൈങ് പാനിൽ വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്